കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അധികാരം എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയുള്ള സഞ്ചാരമാണ് അവരുടെ രാഷ്ട്രീയ ജീവിതം. എവിടെയാണോ അധികാരം അവിടേക്ക് പറ്റി നിൽക്കുക. കേന്ദ്രത്തിൽ അടുത്ത കാലത്തെങ്ങും അധികാരം കിട്ടാൻ സാധ്യതയില്ല എന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് കേരളത്തിലേക്ക് വരാനാണ് അവരുടെ നീക്കം. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ MP ആയിരുന്ന PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ മാതൃക കാണിച്ചിട്ടുണ്ട്. UDF-നുള്ളിൽ കേന്ദ്രത്തിൽ അധികാരം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. സമാനമായ വഴിയിലാണ് കേരളത്തിലെ ഒരുപറ്റം കോൺഗ്രസ് MP-മാർ. അവരെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന ധാരണയാണുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലുമൊക്കെ സീറ്റിൽ മത്സരിക്കാനാണ്. ഷാഫി പറമ്പിലിൻ്റെ ലക്ഷ്യം പാലക്കാട് തന്നെ മത്സരിക്കുക എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടമാണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ MLA ആയി ഉള്ളത്. അദ്ദേഹത്തിന് ഉറപ്പുള്ള മറ്റൊരു സീറ്റ് നൽകുമെന്ന് രഹസ്യ യോഗത്തിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. തനിക്കിഷ്ടമുള്ള ഒരാളെ അവിടെ DCC അധ്യക്ഷനാക്കി കൊണ്ടുവരാനും ഷാഫി പറമ്പിൽ ശ്രമിക്കുകയാണ്. ഇപ്പോൾ AK ഷാനിബ് ചേരുകയാണ്. ഷാനിബ്, അങ്ങയുടെ പഴയ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന് ഈ അധികാരത്തോടുള്ള ഒരു ആർത്തി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വടകരയിൽ നിന്ന് വീണ്ടും പാലക്കാട്ടേക്ക് വരാനുള്ള വഴിവെട്ടുകയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം രഹസ്യയോഗം ചേർന്നു എന്നാണ് കേൾക്കുന്നത്. ഷാനിബ്. അതെ, തീർച്ചയായും ഇതൊക്കെ കഴിഞ്ഞ കുറെ അവസരങ്ങളിൽ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ പരസ്പരം ശരിവെക്കുന്ന കാര്യമാണ്. ഈ അധികാരത്തിന് വേണ്ടി ആരുമായും അഡ്ജസ്റ്റ് ചെയ്യും എന്ന നിലയിൽ അപ്പൊ മുൻപൊക്കെ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തികളുടെ ചില താല്പര്യങ്ങൾക്കനുസരിച്ച്, പ്രത്യേകിച്ച് അദ്ദേഹം പാലക്കാട് MLA ആകുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു മന്ത്രിയാകും. അതായത് അദ്ദേഹം എല്ലാവരോടും പറയുന്നത് ഞാനൊരു മുസ്ലിം പ്രതിനിധിയായിട്ട് മന്ത്രിയാകും എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിം പ്രതിനിധിയായി എന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ട്. അതുകൊണ്ട് പിന്നെ എന്നെ ആ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടത്തുക എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നെ ഈ KC വേണുഗോപാലിന് മത്സരിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണല്ലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ആ സമയത്തും പറഞ്ഞ കാര്യം, ഞാൻ പറയുന്ന ആളെ പാലക്കാട് മത്സരിക്കണം, എനിക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് വരേണ്ടി വന്നാൽ അതിനനുസരിച്ച് മാറാൻ തയ്യാറുള്ള ആളെ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്യുന്ന ഒരു അധികാര കൊതി മാത്രം മുൻനിർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഈ പറയുന്ന വടകര MP പാലക്കാട് മുൻ MLA എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിരന്തരം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് ഉമ്മൻചാണ്ടിയെ ചതിക്കാൻ അദ്ദേഹത്തിന് മടിയില്ല, രമേശ് ചെന്നിത്തലയെ പറഞ്ഞു പറ്റിക്കാൻ മടിയില്ല, ഇപ്പോ അവസാനം VD സതീശനെ പിന്നെ കൂടെ നിൽക്കുകയും KC വേണുഗോപാലിന് വേണ്ടി ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ മത്സരം മുന്നോട്ട് വെക്കാനോ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാനോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ യൂത്ത് കോൺഗ്രസിന് ഒരു ഓഫീസ് ഉണ്ടാക്കുമെന്നായിരുന്നു. അതിനുവേണ്ടി കുറെ പണം അദ്ദേഹം പിരിച്ചതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. പക്ഷെ അത് ഒരു ഓഫീസ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനു മുമ്പ് KSUവിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഓഫീസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അത് നടപ്പിലാക്കിയില്ല. അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനങ്ങൾ ഉറപ്പിക്കുക എന്നതിനപ്പുറത്ത് സംഘടനക്കോ സമൂഹത്തിനോ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഡിക്ഷണറിയിലെ ഉള്ള കാര്യമല്ല. ഈ PR ഏജൻസികളെയൊക്കെ വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റീൽസുകളും ഒക്കെ ഇട്ട സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നെ കൃത്രിമമായ ജനപ്രിയത ഉണ്ടാക്കിയെടുക്കുന്നു എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഒരു വിഭാഗം ആളുകൾ റീൽസും റിയൽ രാഷ്ട്രീയവും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്.
അപ്പൊ ഇത് കോൺഗ്രസിനകത്ത് പിന്നെ കഴിഞ്ഞ തവണ ഇവര് മന്ത്രിസഭയടക്കം ഉണ്ടാക്കിയതാണ്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയെ വരെ തീരുമാനിച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായി എന്നുള്ളത് കേരളം കണ്ടതാണ്. അപ്പോ അധികാരത്തിൽ എത്തുക എന്നത് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുന്നില്ല, സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്നില്ല, രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട ഷാനിബെ, സമയങ്ങൾ അതിലൊക്കെ രേഖപ്പെടുത്തുന്നില്ല. ഉപരിയായി മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഇദ്ദേഹം ഷാഫി പറമ്പിൽ നേരിടുന്നുണ്ട്. അതായത് ഭയങ്കരമായ തോതിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയെടുക്കാനും മുസ്ലിങ്ങളുടെ ആകെ പ്രതിനിധിയായി താൻ എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാനും ആസൂത്രിതമായി തന്നെ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വടകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തടക്കം കേരളത്തിലെ ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളെയും കടത്തി വെട്ടിക്കൊണ്ട് താനാണ് എല്ലാത്തിൻ്റെയും ഒരു ആൾ, അല്ലെങ്കിൽ താനാണ് നേതാവ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടൊരു വലിയ നീക്കം നടന്നു. നിലമ്പൂരിൽ പക്ഷേ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അൻവറിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പാളിപ്പോയി. അൻവറിൻ്റെ വീട്ടിലേക്ക് രാത്രി രാഹുൽ മാങ്കൂട്ടം പോകുന്നതും അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് അറിയാം. ഒരുപക്ഷെ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, PV അൻവർ, അവരുടെ എല്ലാം ഒരു നേതാവായി ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരാനും UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഒരു വലിയ വിലപേശൽ ശക്തിയായി മാറാനും ഉള്ള ഒരു നീക്കം ഷാഫിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലേ? അതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഞാൻ മുസ്ലിം പ്രതിനിധിയായി മന്ത്രിസഭയിൽ എത്താൻ പോകുന്നു എന്ന പ്രചരണമാണ് ആ ഘട്ടത്തിൽ അയാൾ കൊണ്ടുവന്നത്. എന്നാൽ അന്ന് ജനങ്ങളുടെ വിധി മറ്റൊന്നായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ആ തരത്തിൽ ഞാൻ മുസ്ലിം പ്രതിനിധിയായി വരുന്നു എന്ന പ്രൊപ്പഗാൻഡയ്ക്ക് ജനങ്ങൾ പിന്തുണ കൊടുത്തില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്നെ ഗവൺമെന്റിനെ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കാതിരുന്നത്. ഇപ്പോഴും ഞാൻ എന്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ എന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഞാൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയാണ് എന്ന് പറയുകയും ബാക്കി ആ പേരിലുള്ള അല്ലെങ്കിൽ ആ സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകളെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്ന, ഞാൻ പേരുകളൊന്നും എടുത്തു പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, പല ആളുകളെയും നിഷ്കാസനം ചെയ്ത് അവരെല്ലാം അടിച്ചമർത്തി അവരെ പലതരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുത്തി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കാനായി ഇട്ടുകൊടുത്തുകൊണ്ട് പല നേതാക്കളെയും ഒതുക്കിക്കൊണ്ടാണ് മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധിയായിട്ട് വരാൻ അയാൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് SDPIയും പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആദ്യ പ്രകടനം നടത്തിയത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയുമാണ്. ഇത് വളരെ കാലമായിട്ട് കോൺഗ്രസിനകത്തുള്ള ചെറുപ്പക്കാർ ഉന്നയിക്കുന്ന കാര്യമാണ്. ഒരു തരത്തിൽ ഈ പറയുന്ന മുസ്ലിം പ്രതിനിധിയാണ് എന്ന് അവകാശപ്പെടുകയും എന്നാൽ വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും അഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുക. എന്നാൽ ഇവരെയൊക്കെ മറ്റു രീതിയിൽ രഹസ്യമായി ഇവരുമായിട്ടൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്.